ഹലോ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ടുവേർഡ്സ് മോർ പ്രിസിഷൻ, അതായത് കൂടുതൽ ശരിയിലേക്ക്. ഒരുപാട് പേര് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് കുറെ വർഗീകരണ തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊന്നും ഒരുപാട് ഉത്തരങ്ങളും ശരികളും കിട്ടിയിട്ടില്ല. അതിന്റെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാ? ഹൂ ഈസ് പ്രൊപ്പോസ്ഡ് ദ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ? അത് കാൾ ലിനേഴ്സ് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലായിരുന്നു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ദാറ്റ് വാസ് ക്ലാസിഫൈഡ് അണ്ടർ ദ ടു ലാർജ് കാറ്റഗറീസ്, നേംലി കിങ്ഡം പ്ലാന്റേ എന്നും അതേപോലെ കിങ്ഡം അനിമാലി എന്നും. അതായത് രണ്ട് തരത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഒന്ന് കിങ്ഡം പ്ലാന്റേ, അതായത് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് സസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതും, അതേപോലെ കിങ്ഡം അനിമേലി, അതായത് അനിമൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ജീവനുള്ള ജന്തുജാലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് അവ. എന്നീ രീതികളിൽ മാത്രമായിരുന്നു വർഗീകരിച്ചിട്ടുള്ളത്. പിന്നീട് റോബർട്ട് എച്ച് വിറ്റാക്കർ, അതായത് ആർച്ച് വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ, അമേരിക്കൻ ബൊട്ടാണിസ്റ്റ്, വീണ്ടും ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തു. അതായത് രണ്ട് വർഗീകരണ തലത്തെ പിന്നീട് 5 വർഗീകരണ തലത്തിലിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇൻ ദ ലൈറ്റ് ഓഫ് ദ നോളജ് ഓഫ് ഗെയിൻഡ് ലേറ്റർ ഓൺ ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ്, an American botanist Robert H. Whittaker classified organism into 5 kingdom. അതായത് ജീവലോകത്തെ വൈവിധ്യത്തെ കുറിച്ച് പിന്നീട് നേടിയ അറിവുകളെ വെളിച്ചത്തിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ജീവികളുടെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. ആദ്യം അരിസ്റ്റോട്ടിൽ 2 കിങ്ഡം, പിന്നീട് ആർച്ച് വിറ്റാക്കർ 5. അങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇയാളാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ, അല്ലെങ്കിൽ ആർച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ആള്. അടുത്ത നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് കിങ്ഡം പ്ലാന്റേ അനിമേലിയ മാത്രമുള്ളയിടത്ത് ഇപ്പോൾ കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ എന്നും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് പ്ലാന്റേ അനിമേലിയ അവിടെ തന്നെ ഉണ്ട്. അതിലേക്ക് 3 വിഭാഗത്തെ ചേർത്തിട്ടുണ്ട്. അതായത് പ്ലാന്റ്സിൽ അനിമൽസ് എന്ന ക്ലാസ്സിൽ പ്ലാന്റ്സിൽ സസ്യങ്ങളെ മാത്രം, അനിമൽസിൽ അനിമൽസിനെ മാത്രമാണ് ചേർത്തിരുന്നത്. ഈ ബാക്ടീരിയ, അമീബ, അതേപോലെ മഷ്റൂംസ്, അവർക്കൊന്നും എന്തില്ലായിരുന്നു, ഒരു പ്രത്യേക ഗ്രൂപ്പോ അല്ലെങ്കിൽ വിഭാഗമോ ഇല്ലായിരുന്നു. ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് WH വിറ്റാക്കർ പുതിയ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. നമുക്ക് നോക്കാം. ആദ്യം കിങ്ഡം, അതേപോലെ ഉൾപ്പെടുന്ന ജീവികൾ, അതായത് സം ഓർഗാനിസം ഇൻക്ലൂഡ് ദ കിങ്ഡം, അതേപോലെ പെക്യുലാരിറ്റീസ്, അതായത് സവിശേഷതകളുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മൊനീറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ മൊനീറയിൽ ഉൾപ്പെടുന്നത് ആരാണ്? ബാക്ടീരിയ ആണ് ഉൾപ്പെടുന്നത്. അതിന്റെ സവിശേഷതയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ്. അതായത് യൂണിസെല്ലുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഏകകോശ ജീവി. ആ ജീവിക്ക്, ബാക്ടീരിയക്ക് ആകെ ഒരു കോശം മാത്രമേ ഉള്ളൂ. വിത്തൗട്ട് ന്യൂക്ലിയസ്, അതിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ന്യൂക്ലിയസ് ഉണ്ടാവാത്തതാണ് ആര്? ബാക്ടീരിയ. അതേപോലെ അപ്പോൾ ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയയുടെ ഫാമിലി ഒക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? മൊനീറ എന്ന കിങ്ഡത്തിലാണ്. അതേപോലെ രണ്ടാമതാണ് പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയുടെ കേസിൽ പറയുകയാണെങ്കിൽ അമീബയുടെ സവിശേഷത പറയുകയാണെങ്കിൽ ബാക്ടീരിയ പോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് വിത്ത് ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. അതായത് ബാക്ടീരിയന്റെ കേസിൽ പറയുകയാണെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലായിരുന്നു, അമീബയുടെ കേസിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവിയാണ്. മൂന്നാമത് പറയുകയാണെങ്കിൽ ഫഞ്ചൈ, അതായത് മഷ്റൂംസ് പറഞ്ഞാൽ കൂണുകൾ എന്നൊക്കെ പറയാം. അതിന്റെ സവിശേഷതയാണ് നോൺ മൊട്ടൈൽ, ഹെറ്ററോട്രോഫിക്, യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നോൺ മൊട്ടൈൽ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിവില്ലാത്തവരാണ്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ പരപോഷികളാണ്, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ, ഒന്നുകിൽ ഏകകോശ ജീവിയാകാം അല്ലെങ്കിൽ ഒരുപാട് കോശങ്ങളുള്ള ജീവിയാകാം എന്നാണ് ഫഞ്ചൈന്റെ കേസിൽ പറയുന്നത്. മഷ്റൂംസ് ഒക്കെ ഉൾക്കൊള്ളുന്നത് ഫഞ്ചൈ എന്ന കിങ്ഡത്തിലാണ്. അതേപോലെ പ്ലാന്റേന്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലാന്റയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്ലാന്റ്സ്, അതായത് മെയിനായിട്ട് സസ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. സസ്യങ്ങളുടെ സവിശേഷത എന്താണ്? ഓട്ടോട്രോപ്സ് ആണ്, അതായത് സ്വപോഷികളാണ്, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. അതേപോലെ മൾട്ടി സെല്ലുലാർ നോൺ മോട്ടൈൽ ഓർഗാനിസം, അതായത് ഒരുപാട് സസ്യകോശങ്ങൾ ഉള്ളവരും അതേപോലെ നോൺ മോട്ടൈലാണ്, അതായത് ചലിക്കാൻ കഴിയാത്തവരുമാണ്.
അടുത്തായിട്ട് പറയാനുള്ളത് അനിമൽസിന്റെ കേസ്. അനിമൽസിന്റെ കേസ് നമുക്കറിയാം. അനിമേലിയയിൽ എന്താണ് ഉൾപ്പെടുന്നത്? അനിമൽസ് ആണ് ഉൾപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് അനിമൽസ്. ഹെട്രോട്രോഫിക് ആണ്, പാപോഷികളും. മൾട്ടി സെല്ലുലാർ ആണ്, ഓർഗാനിസം ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ. അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? ലോക്കോമോഷനുള്ള കഴിവുണ്ട്. പക്ഷെ പ്ലാന്റ്സിന്റെ കേസിൽ അവർക്ക് മൂവ്മെന്റിനുള്ള കഴിവില്ല. പക്ഷെ അവർ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കുന്നവരും ആണ്. ഇതാണ് പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ കേസ് ഓൾറെഡി അറിയാം. അതിലേക്ക് പിന്നീട് കൂട്ടിച്ചേർത്ത കിങ്ഡംസ് ആണ് മൊനിയറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ എന്നീ 3 കിങ്ഡങ്ങൾ. ലിമിറ്റേഷൻ ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് 2 കിങ്ഡം വർഗീകരണത്തിന്റെ പരിമിതികൾ എന്തൊക്കെ? നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ ആയിരുന്നു അല്ലെ. അപ്പോൾ എന്താണ് ലിമിറ്റേഷൻ നോക്കാം. ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ വേർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദ സിസ്റ്റം ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. അതായത് 2 കിങ്ഡം വർഗീകരണത്തിൽ ബാക്ടീരിയ തുടങ്ങിയ ജീവികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതേപോലെ ഈ സംവിധാനം യൂകാരിയോട്ടുകളും പ്രോകാരിയോട്ടുകളും തമ്മിൽ വേർതിരിക്കുന്നില്ല. യൂകാരിയോട്ടും പ്രോകാരിയോട്ടൊക്കെ ഒരേ കിണ്ഡത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് പിന്നീട് RH വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ, ബൊട്ടാണിസ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടത്. Possibilities of 5 kingdom classification. In 5 kingdom classification, organisms like bacteria, fungus, amoeba, plants and animals were included in different kingdoms according to their characteristics. 5 kingdom വർഗീകരണത്തിൽ ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവകൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളെയും അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 5 വ്യത്യസ്ത കിങ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണ്, ഒന്നുകൂടി ആധുനിക രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പെട്ടതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം മുനിയറ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഓക്കെ.